മുനമ്പം ഭൂവിഷയം പരിഗണിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചു തുടങ്ങി. തപാൽ മുഖേനയും സർക്കാർ പ്രവൃത്തി ദിനങ്ങളിൽ കാക്കനാട് ഓഫീസിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയും ബന്ധപ്പെട്ടവർക്ക് നേരിട്ട് സമർപ്പിക്കാം. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, നമ്മളിത് തുടക്കം മുതലേ പറയുന്നുണ്ട്, പരാതി നൽകാൻ സംവിധാനമില്ല, അവർക്ക് എവിടെ പരാതി നൽകണമെന്നറിയില്ല. പക്ഷേ അത്തരം വാർത്തകൾ ശക്തമായതോടുകൂടി ജനകീയ പ്രതിഷേധം ഉയർന്നതോടുകൂടി തന്നെ ആയിരിക്കാം അല്ലേ ജുഡീഷ്യൽ കമ്മീഷൻ ഇത്തരം ഒരു സൗകര്യം ഒരുക്കുന്നത്. തപാൽ മുഖേനയും കൊടുക്കാം, പ്രവൃത്തി ദിനങ്ങളിൽ കാക്കനാട് ഓഫീസിൽ നേരിട്ടും എത്താം, അങ്ങനെയല്ലേ രേഷ്മ ബാബു? അതേ വിനോദ്, ഈ മുനമ്പം വഖഫ് അധിനിവേശത്തിലാണ് നിലവിൽ CN രാമചന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭൂവിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട ഇനിയുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയാണ് ഈ കമ്മീഷന്റെ ഉദ്ദേശ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. നേരിട്ടെത്തി പൊതുജനങ്ങൾക്കടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ ഇതൊക്കെ തന്നെ നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തപാൽ മുഖേനയും നൽകാം. ഈ കാക്കനാട് ഓഫീസിലാണ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ തന്നെ ആ ഓഫീസിൽ സ്വീകരിക്കുകയും ചെയ്യും. നേരത്തെ തന്നെ ഈ മുനമ്പം സമരസമിതി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വീടുകളിൽ വന്ന് രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനോട് സഹകരിക്കില്ല എന്നുള്ളൊരു നിലപാടും കൂടി ഈ സമരസമിതി എടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നോക്കുന്നത് ഈ വിഷയം, ഈ വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുടെ കിടപ്പ്, വ്യാപ്തി എന്നിവ തന്നെയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. അതിനുശേഷം ഈ അവകാശങ്ങൾ ഇവർക്ക് സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം, അതിൻ്റെ ശുപാർശകളായിരിക്കും സർക്കാരിന് മുന്നിൽ ഈ CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുക. 3 മാസം കാലാവധിയാണ് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കമ്മീഷന് മുന്നിൽ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാമചന്ദ്രൻ കമ്മീഷൻ പറഞ്ഞത് അത്രയും സമയപരിധി കൊണ്ടൊന്നും റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ആ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 3 മാസം കാലാവധിയിലാണ് ഈ റിപ്പോർട്ട് മുനമ്പം വിഷയത്തിൽ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുക. എന്തായാലും അതിലൊരു പ്രതീക്ഷ മുനമ്പത്തെ സമരസമിതിക്കും അതോടൊപ്പം തന്നെ തീരദേശ ജനതയ്ക്കും ഉണ്ട്. നിലവിൽ അവിടുത്തെ റിലേ നിരാഹാര സമരം തുടരുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്, ഈ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ, അതിനോടൊപ്പം തന്നെ തങ്ങളുടെ സമരവും മുന്നോട്ട് പോകുമെന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കിടപ്പാടമാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒടുക്കം വരെ, ഫലം കാണും വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിനനുസൃതമായിട്ട് അവർ നിലവിൽ 55ാം ദിവസത്തിലേക്ക് അവരുടെ റിലേ നിരാഹാര സമരം കടക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി സ്വാമികൾ അടക്കം അവിടെ എത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. അതിലടക്കം ഈ പറയുന്ന മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരളത്തിലുള്ള എല്ലാ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ മുനമ്പത്തെ തീരദേശ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദിനംപ്രതി ഈ പറയുന്ന പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന ആളുകളാണ് റിലേ നിരാഹാര സമരത്തിൽ ഇരിക്കുന്നത്. രാവിലെ ആരംഭിക്കുന്ന സമരം വൈകുന്നേരത്തോടുകൂടി അവസാനിക്കുകയും ചെയ്യും. എന്തായാലും ആ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇവർ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവർ പറയുന്നത്, അതായത് വഖഫ് അധിനിവേശത്തിൽ അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ല് അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കണമെന്നുള്ളതാണ്. അതിനോട് ഇടത് വലത് മുന്നണികൾ സഹകരിക്കുകയും വേണമെന്നുള്ള ഒരു നിലപാട് അവർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇടത് വലത് മുന്നണികളോടുള്ള അവരുടെ പ്രതിഷേധം പല ഘട്ടങ്ങളിലും പുറത്തു വന്നതും നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീഷിന് നേരെ പലവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കത്തെഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ഹൈബിയുടെ MPക്ക് നേരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ മുനമ്പത്തെ കമ്മീഷൻ, അതായത് മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ചിട്ടുള്ള CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ ജനങ്ങളിൽ നിന്നും പരാതി നേരിട്ട് സ്വീകരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.